ഹലോ. അപ്പോൾ ഞാൻ ഫാദേഴ്സ് ഡേയുടെ അന്ന് ഒരു സ്റ്റോറി ഇട്ടായിരുന്നേ സോളോയുടെ പേജിൽ. അതായത് അന്ന് സ്റ്റോറി ഇടുന്നത്, അതായത് അച്ഛൻ്റെ ഫോട്ടോയുടെ സ്റ്റോറി ഇട്ടിട്ട് നമ്മുടെ സോളോയുടെ പേജ് ടാഗ് ചെയ്യുകയോ അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുകയോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരിൽ നിന്നും 5 പേരെ സെലക്ട് ചെയ്ത് അവർക്ക് 50 ml നമ്മുടെ സോളോയുടെ പെർഫ്യൂംസ് ഗിഫ്റ്റായിട്ട് അയക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ വലിയ ആൾക്കാർ ഗിവ് അവേ ഒക്കെ ചെയ്യുന്ന മാതിരി കണ്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 10 പേരെങ്കിലും നമ്മൾ ടാഗ് ചെയ്യുന്നൊക്കെ ആയിരുന്നു. പക്ഷേ ആകെ 2 പേരെ ടാഗ് ചെയ്തോളൂ. അതുകൊണ്ട് നമ്മൾ സെലക്ഷൻ ഒന്നും വലിയ സമയം എടുത്തില്ല. അപ്പോൾ ഞാൻ 2 പേർക്ക് എന്തായാലും പ്രോഡക്റ്റ് അയക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 പേരുടെ പ്രോഡക്റ്റിൻ്റെ പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ കാണിച്ചത് ഇതിലൊന്ന് എൻ്റെ ഒരു പണ്ടത്തെ നമ്മുടെ 10th പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. 10th ഞങ്ങൾ 8th മുതൽ 10th വരെ കൂടെ പഠിച്ച ഫ്രണ്ടാണ്. ഫാത്തിമ എന്നാളുടെ പേര് കേട്ടോ. നിങ്ങൾ പണ്ടൊക്കെ ആരെങ്കിലുമൊക്കെ കത്ത് എഴുതിയിട്ടുണ്ടോ എന്ന് പറയാം. ഞങ്ങളൊക്കെ ആ സമയത്ത് പിണങ്ങുമ്പോൾ കത്ത് എഴുതുമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ ഷെയർ ചെയ്ത്, അയ്യോ എന്തൊരു ക്രിഞ്ചാണ് അതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. നീ എൻ്റെ അടുത്ത് മിണ്ടോടി. ഞങ്ങൾ ഞങ്ങൾ ആർക്കൊക്കെ എഴുതിയിട്ടുള്ള, ഞാൻ ഫാത്തിമയ്ക്ക് എഴുതിയിട്ടുണ്ട്, അവൾ എനിക്ക് എഴുതിയിട്ടുണ്ട്, കീർത്തിക്ക് എഴുതിയിട്ടുണ്ട്, ജിഷ്മ. നമ്മൾ ഈ ഒരു പഴയ സാധനങ്ങളൊക്കെ തപ്പുമല്ലോ, അപ്പോൾ ഈ ഒരു സാധനം കിട്ടി, കത്തുകൾ. പെട്ടെന്ന് ആ ഒരു മെമ്മറിലോട്ട് പോകട്ടാ. ഇപ്പം അത് ഭയങ്കര ക്രിഞ്ചാണെങ്കിൽ അന്നത് ഭയങ്കര വാല്യൂള്ള സാധനമാണ്. എന്നാലും ഞങ്ങൾ എല്ലാവരും ആ കത്തിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കീർത്തിയുടെ ആവട്ടെ, ജിഷ്മയുടെ ആവട്ടെ, ഫാത്തിമയുടെ ഒക്കെ ആവട്ടെ. ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പിനകത്തുനിന്ന് എടുത്തിട്ട് വായിക്കും. ആ ഒരു എന്താ മെമ്മറി കിട്ടാൻ വേണ്ടി. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അതുപോലെ കത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം നമ്മുടെ 2 പേരുടെ പാക്കിംഗ് റെഡിയായി. ബൈ.